അപ്പോൾ നമുക്കിത് പത്രവാർത്തകളിലേക്ക് പോകാം. പക്ഷെ വളരെ വേദനിപ്പിക്കുന്ന വാർത്തയുമായിട്ടാണ് എല്ലാ പത്രങ്ങളും ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്നലെ വൈകുന്നേരം ബാംഗ്ലൂരിൽ ഒരു കാര്യമായിരുന്നു. ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടന്ന സംഭവം വളരെ വലിയ ദുരന്തമായി മാറി, ഒരു ആഘോഷം ദുരന്തമായി മാറിയ വാർത്തയായിരുന്നു. ബംഗളൂരുവിൽ റോയൽ ചലഞ്ചേഴ്സ് വിജയാഘോഷം ദുരന്തമായി എന്ന വാർത്ത. ആരാധകർ തിക്കിത്തിരക്കി 11 മരണം എന്നാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മനോരമ. ചിത്രവും സഹിതമാണ്. വലിയ തിരക്കാണ്. നമ്മൾ ഇന്നലെ വൈകുന്നേരം അത് നദീറ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു തത്സമയം. ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ ആ ചെറിയ വഴിയിൽ ആ വഴിക്ക് താങ്ങാൻ പറ്റുന്നതിലുമധികം ആളുകൾ പല ഗേറ്റുകളിലൂടെയും തള്ളിക്കയറുകയായിരുന്നു. IPL കന്നി കിരീട നേട്ടം ആഘോഷിക്കാൻ എത്തിയത് 2 ലക്ഷത്തിലധികം ആളുകളാണ്. ദുരന്തം ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് പുറത്ത് 35,000 ആളുകൾക്ക് മാത്രമേ ആ സ്റ്റേഡിയത്തിൽ കടക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ അവിടെയാണ് 2 ലക്ഷത്തിലധികം ആളുകൾ എത്തിയത്. ദുരന്തത്തിൽ 47 പേർക്ക് പരിക്ക്, മരണസംഖ്യ ഉയരാൻ സാധ്യതയെന്ന് പറയുന്നു. നിലവിൽ നമുക്ക് ലഭിച്ച വിവരം പ്രകാരം 11 പേർക്കാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ച തുടങ്ങിയ ആഘോഷമാണത്. എടുത്തുകൊണ്ട് പോകുന്നു. ചില ദൃശ്യങ്ങളൊക്കെ പത്രം ആദ്യ പേജിൽ തന്നെ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. അപകടം നടന്നിട്ടും ആഘോഷം ആ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സർക്കാർ വേറൊരു പരിപാടി, KCA വേറൊരു പരിപാടി, വിധാനസഭയിലൊരു പരിപാടി, ചിന്നസ്വാമി സ്റ്റേഡിയത്തിലൊരു പരിപാടി. എന്തായാലും സർക്കാരിന് ഗുരുതരമായ വീഴ്ച ഈ വിഷയത്തിൽ. സാധാരണ ഇങ്ങനെ കപ്പടിച്ച് ഒരു പിറ്റേ ദിവസം ഇതുപോലൊരു പരിപാടി ഒന്നും സംഘടിപ്പിച്ച് അങ്ങനെ പരിചയമില്ല. ഇപ്പൊ നമ്മൾ വിദേശത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം വിക്ടറി പരേഡ് നടത്താൻ വാഹനത്തിലൊക്കെ വരും. മാതൃകയുണ്ട്. 2020 വേൾഡ് കപ്പ് നമ്മൾ വിജയിച്ചപ്പോൾ മുംബൈയിൽ വളരെ ഭംഗി പരേഡ് നടത്തി, ഒരു കുഴപ്പമില്ല. ജനസമുദ്രം അവിടെ ഒഴുകിയെത്തിയിട്ടും ഒരാൾക്ക് പോലും ഒരു കുഴപ്പമില്ല നടത്തി. ഇതിവിടെ മുൻകൂർ ആസൂത്രണം ഇല്ലാതെയാണ് ഈ പരിപാടി നടത്തിയത്. അത് സർക്കാരിന് വലിയ ഭാഗത്ത് വീഴ്ചയുണ്ട്. അതിന് ഇന്നലെ സിദ്ധരാമയ്യ ഒരു മറുപടി പറഞ്ഞു. ക്ലാസിക്കായ മറുപടി ആയിരുന്നു കേട്ടോ. എല്ലാം കേട്ടു. എന്തുകൊണ്ടാണ് ഈ അപകടം സംഭവിച്ചത്? കൂടുതൽ ആളുകൾ വന്നത്. 5000 പോലീസുകാരെ കൊണ്ടാണ് ഈ ഒഴുകിയെത്തിയ ലക്ഷക്കണക്കിന് ആളുകളെ നിയന്ത്രിച്ചത്. അത് വലിയ ദുരന്തമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തായാലും പരമാവധി 40,000 പേരെ ഉൾക്കൊള്ളാവുന്ന സ്റ്റേഡിയത്തിന് പുറത്ത് 2 ലക്ഷത്തിലധികം ആളുകൾ എത്തിയതാണ് ദുരന്തത്തിനിടയാക്കിയതെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. അത് വലിയ ഒരു ദുരന്തമായി പോയി. എന്താണ് മാതൃഭൂമിയിൽ ഇത് ഒഴിച്ചു നിർത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത? ജാതി സെൻസസിന് നാളായി എന്ന് പറയുന്നു. അപ്പോൾ 2026 ഒക്ടോബർ 1 മുതൽ 2 ഘട്ടങ്ങളിലായി ദശാബ്ദ സെൻസസിനൊപ്പം ജാതി സെൻസസ് നടക്കും. അപ്പോൾ അതിനൊരു തീരുമാനമായി. ഓക്കെ, അത് വരും. മനോരമയിൽ മറ്റൊരു വാർത്തയുള്ളത്, ഹജ്ജ് തീർത്ഥാടകർ അറഫയിലേക്ക് ഒരേ മനസ്സ് ഒരേ പ്രാർത്ഥന. അറഫ സംഗമം ഇന്നാണ്. ഗൾഫിൽ ബലിപ്പെരുന്നാൾ നാളെയാണ്. അതോടൊപ്പം ഒരു വാർത്തയും കൂടി ഉണ്ട് കേട്ടോ. ബക്രീദിന്റെ അവധി അതെന്നായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും കൺഫ്യൂഷനാണ്. ബക്രീദ് അവധി തീരുമാനം വൈകുന്നു. അത് കാരണം ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നു. പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയാണല്ലോ. അപ്പൊ നാളെ അവധി ഉണ്ടെങ്കിൽ, നാളെയും മറ്റന്നാളുമാണ് ബക്രീദ് പ്രമാണിച്ചുള്ള അവധിയെങ്കിൽ അത് ഇന്ന് തന്നെ രാവിലെ പ്രഖ്യാപിച്ചാൽ ടിക്കറ്റൊക്കെ എടുത്ത് ആളുകൾക്ക് മാധ്യമത്തിൽ എന്താണ് പ്രധാന വാർത്ത? ബംഗളൂരുവിലെ ദുരന്തം തന്നെയാണ്. ആഘോഷം ദുരന്തമായി 11 മരണം എന്നാണ് തലക്കെട്ട്. മരണം ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് പുറത്ത് തിക്കിലും തിരക്കിലും പെട്ട് IPL കിരീടം നേടിയ RCB ടീമിനെ കാണാനെത്തിയ ആരാധകരുടെ തിരക്കിലാണ് അപകടമുണ്ടായത്. 47 പേർക്ക് പരിക്കെന്നാണ് അവരുടെ കണക്കുകൾ. പിന്നെ അറഫയിൽ നിന്ന് വിശ്വമഹാസംഗമം എന്നുള്ള വാർത്തയും മാധ്യമം കൊടുത്തിട്ടുണ്ട്. ഹിന്ദുവിലെ പ്രധാനപ്പെട്ട വാർത്ത, നെക്സ്റ്റ് സെൻസസ് ടു കൺക്ലൂഡ് ബൈ മാർച്ച് 2027 സീസ് ഗവൺമെന്റ്. 2027 സെൻസസ് പൂർത്തിയാവും എന്നുള്ളതാണ് കാര്യം. 2026 ഒക്ടോബറിൽ തന്നെ ചിലയിടങ്ങളിൽ സെൻസസ് തുടങ്ങും. 10 വർഷത്തിലൊരിക്കൽ തുടങ്ങേണ്ടതാണ്. 2021 നടക്കേണ്ടിയിരുന്ന സെൻസസ് ആണ് 2027 കോവിഡ് കാരണം മാറ്റിവെക്കുന്ന സാഹചര്യം ഉണ്ടായത്. അത് ചില തണുപ്പുറഞ്ഞ പ്രദേശങ്ങളിൽ, മഞ്ഞ് വീഴുന്ന പ്രദേശങ്ങളിലേക്ക് 2026 ഒക്ടോബർ മുതൽ തന്നെ തുടങ്ങും. അതെന്തായാലും 2027 മാർച്ചോടുകൂടി അവസാനിപ്പിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനമുണ്ടാവുന്നത്. ദ ഡിലേഡ് പോപ്പുലേഷൻ കൗണ്ട് വിൽ ബി ഇന്ത്യസ് ഫസ്റ്റ് ഡിജിറ്റൽ സെൻസസ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഡിജിറ്റൽ സെൻസസ് ആയിരിക്കും. അപ്പം വളരെ പെട്ടെന്ന്, പണ്ട് എഴുതി കോളങ്ങളിലാണ് ഇങ്ങനെ ടിക്ക് ചെയ്ത് കൊണ്ടിരുന്നത്. ആൻഡ് വിൽ ഇൻക്ലൂഡ് ആൻ എന്യൂമറേഷൻ ഓഫ് കാസ്റ്റ്. ജാതി സെൻസസ് വരുന്നു എന്നുള്ള ഒരു കാര്യം കൂടി അതുമായി പ്രധാനപ്പെട്ട. 2027 സെൻസസ് ഇത് വന്നു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ രാജ്യത്ത് സംഭവിക്കും. ജാതിയുമായി സാമൂഹ്യ നീതി, സ്ത്രീ സംവരണം, എവിടെ പാർലമെന്റിൽ അടക്കം ഈ സെൻസസിനെ അടിസ്ഥാനമാക്കിയാണ് വരിക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇന്ന് പത്രങ്ങളുടെ ആദ്യ പേജുകളിൽ നിൽക്കുന്ന ലീഡിംഗ് വാർത്തകൾ. നമുക്ക് ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കടക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് ഒന്ന് കടന്നു വരാം. അപ്പോൾ ചൂട് കാപ്പിയൊക്കെ കുടിച്ച് റെസ്റ്റ് എടുത്തുള്ളൂ കുറച്ച്.